നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് വിഷൻ ടവർ ജനുവരി 11 വൈകിട്ട് 4 മണിക്ക് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നാടിന് സമർപ്പിക്കും. ജില്ലയുടെ 227 കേബിൾ ഓപ്പറേറ്റർമാർ പടുത്തുയർത്തിയ ഈ സ്ഥാപനത്തിന് കാസർഗോഡ് ജനത നൽകിയ സ്വീകാര്യതയ്ക്കാണ് കെട്ടിടത്തിന് കാസർഗോഡ് വിഷൻ ടവർ എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. കാഞ്ഞങ്ങാട് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തു. റിട്ടേണിംഗ് ഓഫീസർ പി സുരേന്ദ്രനാണ് അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തത്. കാസർഗോഡ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചീത്ത വിളിച്ചുവെന്നാരോപിച്ച് യുവാവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ബേക്കൽ ഹദാദ് നഗറിലെ അസീസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബേക്കൽ ഹദാദ് നഗറിലെ മുഹമ്മദ് ഷാനിദ് അബ്ദുൾ റഹ്മാനാണ് കുത്തേറ്റത്. പെൻഷൻ വാലിഡേഷൻ ആക്ട് പിൻവലിക്കണമെന്ന ആവശ്യം. ഫോറം ഓഫ് സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ കൂട്ടധർണ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ചു. നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസന ക്ഷേമ പഠന പരിപാടിയിൽ സന്നദ്ധ പ്രവർത്തകരുടെ ഗൃഹസന്ദർശനം ഊർജിതമാക്കാൻ കാസർഗോഡ് ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ ചേർന്ന ജില്ലാതല അവലോകന യോഗം തീരുമാനിച്ചു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ, പരിപാടിയുടെ സംസ്ഥാനതല ഉപദേശക സമിതി അംഗം കില മുൻ ഡയറക്ടർ ഡോക്ടർ ജോയ് ഇലമൺ എന്നിവർ അവലോകനം നടത്തി. KSRTC ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ടൂറിസം ആവശ്യത്തിന് മാത്രമായി കാഞ്ഞങ്ങാട് ഡിപ്പോയ്ക്ക് അനുവദിച്ച ആദ്യ ബസിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. കാസർഗോഡ് കുണിയയിൽ കോളേജിന്റെ 5 നില കെട്ടിടത്തിന്റെ മുകളിൽ കയറി വിദ്യാർത്ഥിയുടെ ആത്മഹത്യാശ്രമം. പോലീസ് എത്തി അനുനയിപ്പിച്ചാണ് വിദ്യാർത്ഥിയെ താഴെ ഇറക്കിയത്. സംഭവത്തെ തുടർന്ന് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു. വാർത്തകൾ വിശദമായി. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് വിഷൻ ടവർ ജനുവരി 11 വൈകിട്ട് 4 മണിക്ക് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നാടിന് സമർപ്പിക്കും. ജില്ലയുടെ 227 കേബിൾ ഓപ്പറേറ്റർമാർ പടുത്തുയർത്തിയ ഈ സ്ഥാപനത്തിന് കാസർഗോഡ് ജനത നൽകിയ സ്വീകാര്യതയ്ക്കാണ് കെട്ടിടത്തിന് കാസർഗോഡ് വിഷൻ ടവർ എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ചടങ്ങിൽ NH അൻവർ ഹാൾ, NH അൻവർ ഫോട്ടോ അനാച്ഛാദനവും നെല്ലിക്കുന്ന് MLA നിർവഹിക്കും. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് വിഷൻ ടവർ ജനുവരി 11 വൈകിട്ട് 4 മണിക്ക് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഉദുമ പാലക്കുന്നിൽ 3 നിലകളിലായി 7500 സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സംവിധാനത്തോടു കൂടിയുള്ള ഓഫീസ് സമുച്ചയമാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. വാർത്തയും വിനോദവും വിജ്ഞാനവും വിരൽത്തുമ്പിലെത്തിച്ച് 1 ലക്ഷത്തിലധികം കേബിൾ കണക്ഷൻ ഉള്ളതും 65,000 ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ളതും 5 ലക്ഷത്തിലധികം പ്രേക്ഷകരുമായി CCN കാസർഗോഡിന്റെ സ്പന്ദനമായി ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ജില്ലയുടെ 227 കേബിൾ ഓപ്പറേറ്റർമാർ പടുത്തുയർത്തിയ ഈ സ്ഥാപനത്തിന് കാസർഗോഡ് ജനത നൽകിയ സ്വീകാര്യതയ്ക്കാണ് കെട്ടിടത്തിന് കാസർഗോഡ് വിഷൻ ടവർ എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഉദുമ MLA CH കുഞ്ഞമ്പു അധ്യക്ഷത വഹിക്കും. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ആമുഖ പ്രസംഗം നടത്തും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP CCN ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ ജില്ലാ ചാനൽ കാസർഗോഡ് വിഷൻ ഏതാണ്ട് 5 ലക്ഷത്തോളം ആൾക്കാരാണ് ഞങ്ങളുടെ ഈ പറയുന്ന ഞങ്ങളുടെ അസോസിയേഷൻ അതുപോലെ കമ്പനിയുടെ ഉപഭോക്താക്കളായിട്ടുള്ളത്. 5 ലക്ഷത്തോളം ആൾക്കാർ ഈ ഞങ്ങളുടെ ഈ ചാനലുമായി ബന്ധപ്പെട്ടുള്ളത്. ഇപ്പോൾ കുറേ കാലത്തെ അസോസിയേഷൻ ഒരു ആഗ്രഹമായിരുന്നു. കാസർഗോഡ് ജില്ല എന്ന് പറയുമ്പോൾ അസോസിയേഷനെ സംബന്ധിച്ച് പറയുമ്പോൾ 224 ഓപ്പറേറ്റർമാർ മാത്രമുള്ള ചെറിയൊരു ജില്ലയാണ് കാസർഗോഡ് ജില്ല. ഞങ്ങൾ അസോസിയേഷനിൽ ആകെയുള്ളത് 224 ഓപ്പറേറ്റർമാരാണ്. അപ്പോൾ ചെറിയ ചെറിയ തുകകൾ സമാഹരിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ബിസിനസ് നടത്തിക്കൊണ്ട് അതിൽ നിന്നും വരുന്ന മിച്ചം വരുന്ന തുക ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് കടമൊക്കെ മേടിച്ച് ലോണൊക്കെ എടുത്താണ് ഞങ്ങൾ ഈ ആസ്ഥാന മന്ദിരം പണി കഴിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 5ാമത്തെ ആസ്ഥാന മന്ദിരം പണി കഴിപ്പിക്കുന്ന ജില്ല എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി കാസർഗോഡുണ്ട്. ഞങ്ങളെക്കാൾ, അതായത് കാസർഗോഡിനേക്കാൾ ഒരുപാട് ഓപ്പറേറ്റർമാരുള്ള മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ആ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. നാടിൻ്റെ വിവിധ പദ്ധതികൾ അസോസിയേഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് ഡിജിറ്റൽ സർവീസും ബ്രോഡ്ബാൻഡ് കണക്ഷനും അപ്പുറത്തേക്ക് ജനോപകാരപ്രദമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ
ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ കോർപ്പറേറ്റുകളുമായിട്ട് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള നമ്മളെപ്പോലുള്ള ഒരു അൺപ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടീമിനുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ ഞങ്ങൾ കൊടുക്കുന്ന സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഏകീകരിച്ചതുപോലുള്ള ഒരു സമീപനം ഉണ്ടാവണം എന്നുള്ള ഒരു നമുക്ക് ധാരണയുടെ പുറത്ത് ഇത്തരം കൊച്ചു കൊച്ചു ഓപ്പറേറ്ററുകളെല്ലാം ചേർന്നുകൊണ്ട് ക്ലസ്റ്റർ സംവിധാനത്തിലേക്ക് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ സർവീസ് പ്രൊവൈഡർ ഈ ക്ലസ്റ്ററായിരിക്കും. ഈ ക്ലസ്റ്ററിൻ്റെ നിയന്ത്രണം നേരിട്ടിപ്പോൾ ഉദാഹരണത്തിന് കാസർഗോഡ് CCN പോലുള്ള കമ്പനികളുടെ നിയന്ത്രണത്തിലായിരിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് കാസർഗോഡ് ഇനി മഞ്ചേശ്വരം ആയിക്കോട്ടെ, കാസർഗോഡ് ആയിക്കോട്ടെ, നീലേശ്വരം ആയിക്കോട്ടെ, കാസർഗോഡ് ജില്ലയിൽ കേരള വിഷൻ സർവീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരേപോലെ ഒരേ രീതിയിലായിരിക്കും അത് കണക്ടിവിറ്റിയുടെ കാര്യത്തിലായാലും സർവീസിൻ്റെ കാര്യത്തിലായാലും നൽകുക. അത് ഏകദേശം തുടങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു വർഷമായി അത് ഇംപ്ലിമെൻറ്റ് ഇപ്പോൾ ചെയ്തു തുടങ്ങിയതേ ഉള്ളൂ. ജില്ലയിൽ തന്നെ ഇപ്പോൾ 6 ക്ലസ്റ്റർ രൂപീകരിച്ച് കഴിഞ്ഞു. ഇനിയിപ്പം ഈ വർഷം അടുത്ത ഫിനാൻഷ്യൽ, അതായത് 2026-27 ഫിനാൻഷ്യൽ ഇയറോട് കൂടി അത് സമ്പൂർണ്ണമായിട്ടും ക്ലസ്റ്ററിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് കേരള വിഷനും CCNും അതേപോലെ നമ്മളുടെ ഈ ബാക്ക് ബോൺ എന്ന് പറയുന്ന സംഘടന തന്നെയാണ് സംഘടനയും വിഭാവനം ചെയ്യുന്നതും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. NH അൻവർ ഹാൾ, NH അൻവർ ഫോട്ടോ അനാച്ഛാദനവും NA നെല്ലിക്കുന്ന് MLA നിർവഹിക്കും. കാസർഗോഡ് വിഷൻ ഓഫീസ് ഉദ്ഘാടനം മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഉദ്ഘാടനം ചെയ്യും. കാസർഗോഡ് വിഷൻ തീം സോങ് റിലീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാമും CCN വീഡിയോ ലോഞ്ച് ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് PV രാജേന്ദ്രനും നിർവഹിക്കും. ഉദുമ പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് ഷിയാസ്, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച KV കുഞ്ഞിരാമൻ, ഹക്കീം കുന്നിൽ, അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, അബ്ദുൾ റഹ്മാൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ഗോവിന്ദൻ പിലിക്കോട് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, KCCL ചെയർമാൻ K ഗോവിന്ദൻ, സിഡ്കോ പ്രസിഡന്റ് K വിജയകൃഷ്ണൻ, ന്യൂസ് മലയാളം 24x7 MD അബൂബക്കർ സിദ്ദിഖ്, കേരള വിഷൻ ന്യൂസ് ചെയർമാൻ സിബി PS, KCCL MD PP സുരേഷ് കുമാർ, കേരള വിഷൻ ന്യൂസ് MD പ്രജീഷ് അച്ചാണ്ടി എന്നിവർ സംസാരിക്കും. COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ, KCCL ഡയറക്ടർ M ലോഹിതാക്ഷൻ, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കൊളിക്കര, സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് K പാക്കം, ജില്ലാ ട്രഷറർ വിനോദ് P, CCN MD മോഹനൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. CCN ചെയർമാൻ K പ്രദീപ് കുമാർ സ്വാഗതവും ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ നന്ദിയും പറയും. ചടങ്ങിൽ വെച്ച് വിവിധ മേഖലയിൽ പ്രവർത്തിച്ചവർക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്യും. തുടർന്ന് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഫെയിം ബൽറാം, ശ്രീലക്ഷ്മി ശ്രീധർ സംഘവും നയിക്കുന്ന സെവൻസ് നോട്ട്സ് ബാൻഡിന്റെ ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ, ജില്ലാ സെക്രട്ടറി ഹരീഷ് P നായർ, CCN വൈസ് ചെയർമാൻ ഷുക്കൂർ കൊളിക്കര, മാനേജിംഗ് ഡയറക്ടർ TV മോഹനൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചീത്ത വിളിച്ചുവെന്നാരോപിച്ച് യുവാവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ബേക്കൽ ഹദാദ് നഗറിലെ അസീസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബേക്കൽ ഹദാദ് നഗറിലെ മുഹമ്മദ് ഷാനിദ് അബ്ദുൾ റഹ്മാനാണ് കുത്തേറ്റത്. വാട്സാപ്പ് ഗ്രൂപ്പിൽ ചീത്ത വിളിച്ചുവെന്നാരോപിച്ച് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ഹദാദ് നഗറിലെ അസീസിനെയാണ് ബേക്കൽ SI T അഖിൽ അറസ്റ്റ് ചെയ്തത്. ബേക്കൽ ഹദാദ് നഗറിലെ മുഹമ്മദ് ഷാനിദ് അബ്ദുൾ റഹ്മാനാണ് കുത്തേറ്റത്. പ്രതിക്കെതിരെ നേരത്തെ വധശ്രമത്തിന് കേസെടുത്തിരുന്നു. കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ അടിവയറ്റിലും പുറത്തും ഷോൾഡറിനും നെഞ്ചിലും കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ്. ഹദാദ് നഗറിലെ വലിയ പള്ളി എന്ന സ്ഥലത്ത് വെച്ച് തടഞ്ഞു നിർത്തി കുത്തിയെന്നാണ് പരാതി. ടോൾഡ് ഹിൽ എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രതിയെ ചീത്ത വിളിച്ചതിനാണ് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ബേക്കൽ. പെൻഷൻ വാലിഡേഷൻ ആക്ട് പിൻവലിക്കണമെന്നാവശ്യം. ഫോറം ഓഫ് സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ കൂട്ടധർണ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ചു. പെൻഷൻ റീവാലിഡേഷൻ നിയമം പിൻവലിക്കുക, 8ാം ശമ്പള കമ്മീഷൻ റഫറൻസിൽ പെൻഷൻ പരിഷ്കരണം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫോറം ഓഫ് സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ ദേശവ്യാപകമായി സംഘടിപ്പിക്കുന്ന ജില്ലയിലെ ധർണയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് HPO പരിസരത്ത് ധർണ സംഘടിപ്പിച്ചു. ധർണാ സമരം പോസ്റ്റൽ RMS പെൻഷൻ സംഘടനയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും ഫോറം ജില്ലാ ചെയർമാനും ഉദുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ PV രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പരിഷ്കരിക്കുന്നതോടൊപ്പം തന്നെ പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരിക്കുക എന്നുള്ളത്
ശമ്പള കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ ഒരു ഐറ്റമാണ്. അപ്പൊ ഇപ്പോ ഈ പുതിയ നിയമം, വാലിഡേഷൻ നിയമം എന്ന് പറയുന്ന ഈ പുതിയ നിയമം വന്നതോടുകൂടി ഇനി ശമ്പള കമ്മീഷൻ റെക്കമെൻഡ് ചെയ്താലും ശമ്പള കമ്മീഷൻ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുന്നത് റെക്കമെൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ പെൻഷൻ പരിഷ്കരിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്താലും അത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഗവൺമെന്റിനാണ്. അപ്പൊ എട്ടാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ട് നമുക്കറിയാം. എട്ടാം ശമ്പള കമ്മീഷൻ സ്ഥിതിയൊക്കെ നമുക്കറിയാം. ഡൽഹി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പ്രഖ്യാപിച്ചു, പിന്നെ ഒരു വിവരമില്ല. പിന്നീട് കുറെ കഴിയുമ്പോൾ അതിന്റെ ചെയർമാനെയും മെമ്പർമാരെയും നിയമിച്ചു. കെ കുമാരൻ നായർ, കെ വി രമാദേവി, എ ഗോപിനാഥൻ, ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. എ പി ബാലകൃഷ്ണൻ എമ്പ്രാന്തരി അധ്യക്ഷത വഹിച്ചു. കെ കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസന ക്ഷേമ പഠന പരിപാടിയിൽ സന്നദ്ധ പ്രവർത്തകരുടെ ഗൃഹസന്ദർശനം ഊർജിതമാക്കാൻ കാസർഗോഡ് ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ ചേർന്ന ജില്ലാതല അവലോകന യോഗം തീരുമാനിച്ചു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ, പരിപാടിയുടെ സംസ്ഥാനതല ഉപദേശക സമിതി അംഗം കില മുൻ ഡയറക്ടർ ഡോക്ടർ ജോയ് ഇലമൺ എന്നിവർ അവലോകനം നടത്തി. സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായുന്നതിനും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും സംഘടിപ്പിക്കുന്ന നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസന ക്ഷേമ പഠന പരിപാടിയിൽ സന്നദ്ധ പ്രവർത്തകരുടെ ഗൃഹസന്ദർശനം ഊർജിതമാക്കാൻ കാസർഗോഡ് ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ ചേർന്ന ജില്ലാതല അവലോകന യോഗം തീരുമാനിച്ചു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ, പരിപാടിയുടെ സംസ്ഥാനതല ഉപദേശക സമിതി അംഗം കില മുൻ ഡയറക്ടർ ഡോക്ടർ ജോയ് ഇളമൺ എന്നിവർ അവലോകനം നടത്തി. താരതമ്യേന ചിട്ടയായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സന്ദേഹങ്ങളും ആശങ്കകളും പ്രയാസങ്ങളും കൂടുതലായിട്ട് ഉയർന്നു വരേണ്ടതുമാണ്. കാരണം കണക്കൊക്കെ പരിശോധിക്കുമ്പോൾ ആദ്യം മുതലേ തന്നെ ചിട്ടയായ രീതിയിലാണ് കാസർഗോഡ് പ്രവർത്തനം നടന്നിട്ടുള്ളത്. ബുദ്ധിമുട്ടുകൾ മറ്റെല്ലായിടത്തും പോലെ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷയെങ്കിലും അത്രയൊന്നും നിങ്ങളിവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒന്ന് സ്വാഭാവികമായിട്ടും ഈ വോളണ്ടിയേഴ്സിൻ്റെ ലിസ്റ്റാണ്. ലിസ്റ്റ് കിട്ടാത്തതിൻ്റെ, അതായത് ആവശ്യത്തിനനുസരിച്ചുള്ള എണ്ണം കിട്ടാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അതിവിടെ ഉണ്ട്. പക്ഷേ ഇത്രയും കിട്ടിയത് കൊണ്ടായിരിക്കും നിങ്ങളത് ഹൈലൈറ്റ് ചെയ്യാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രശ്നമുണ്ട്. സർക്കാർ വിവിധ തലങ്ങളിൽ നിയോഗിച്ച ഉദ്യോഗസ്ഥരും വിദഗ്ധരും പരിപാടി ലക്ഷ്യം കൈവരിക്കുന്നതിന് സമയബന്ധിതമായി നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികളെല്ലാം മികച്ച രീതിയിൽ നടപ്പിലാക്കിയ കാസർഗോഡ് ജില്ലയിൽ സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വളരെ മികച്ച രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് കളക്ടർ പറഞ്ഞു. മൊബൈൽ ആപ്പുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ചിട്ടുണ്ടെന്നും സംശയ നിവാരണത്തിന് സപ്പോർട്ട് ടീം സജ്ജമാണെന്നും ഡോക്ടർ ജോയ് ഇലമൺ പറഞ്ഞു. പരിപാടിയുടെ തുടക്കം മുതൽ കൃത്യമായ ആസൂത്രണത്തോടെയാണ് കാസർഗോഡ് ജില്ല പ്രവർത്തിക്കുന്നതെന്നും ഇദ്ദേഹം വിലയിരുത്തി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാതല നിർവഹണ സമിതി അംഗങ്ങളായ കെ ബാലകൃഷ്ണൻ, അജയൻ പനയാൽ, രതീഷ് പിലിക്കോട്, കെ അനിൽകുമാർ, നിയമസഭാ മണ്ഡലം ചാർജ് ഓഫീസർമാരായ കെ നാഗേഷ്, എ രവീന്ദ്ര, കെ വി മനോജ് കുമാർ, കെ വി സുധാകരൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ അസംബ്ലി തലങ്ങളിലുള്ള നിർവഹണ സമിതി അംഗങ്ങൾ, അസംബ്ലി പഞ്ചായത്ത് തല ചാർജ് ഓഫീസർമാർ, പരിശീലകർ, വിദഗ്ധർ, തീമാറ്റിക് എക്സ്പേർട്സ് യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSRTC ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ടൂറിസം ആവശ്യത്തിന് മാത്രമായി കാഞ്ഞങ്ങാട് ഡിപ്പോയ്ക്ക് അനുവദിച്ച ആദ്യ ബസിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. KSRTC ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ടൂറിസം ആവശ്യത്തിന് മാത്രമായി കാഞ്ഞങ്ങാട് ഡിപ്പോയ്ക്ക് അനുവദിച്ച ആദ്യ ബസിന്റെ ഫ്ളാഗ് ഓഫ് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ നിർവഹിച്ചു. കാഞ്ഞങ്ങാടിന്റെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തും. പുതിയ ബസ് സ്റ്റാൻഡിൽ നിങ്ങൾക്ക് പ്രത്യേക ക്യാബിൻ ആക്കാൻ ആവശ്യമായ ഇടപെടൽ ഉണ്ടാക്കും. അതുകൊണ്ട് നമുക്കൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ
കാഞ്ഞങ്ങാട്ട് എല്ലാവരും എത്തിച്ചേരാൻ ആവശ്യമായ രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ KSRTCയും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷനും നഗരസഭയും കാഞ്ഞങ്ങാട്ടെ സന്നദ്ധ സംഘടനകളെല്ലാം യോജിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് ചെമ്മട്ടംവയൽ KSRTC ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ആൽവിൻ ടി സേവ്യർ അധ്യക്ഷത വഹിച്ചു. ബഡ്ജറ്റ് ടൂറിസം സെൽ കോർഡിനേറ്റർ K പ്രദീപ് കുമാർ സ്വാഗതം പറഞ്ഞു. അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ VH ദാമോദരൻ, കൺട്രോളിംഗ് ഇൻസ്പെക്ടർ K കൃഷ്ണൻ, KSRTC ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ, പൊതുപ്രവർത്തകരായ P നന്ദകുമാർ, P രാജു, ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ സ്ഥിരം യാത്രക്കാരുടെ പ്രതിനിധികളായ രാധാകൃഷ്ണൻ, ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നഗരസഭാ കൗൺസിലർമാരും ജീവനക്കാരും സ്വീകരണം നൽകി. KSRTCയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് ഡിപ്പോയ്ക്ക് നഗരസഭയുടെ ഭാഗത്തു നിന്നും എല്ലാ സഹകരണവും നഗരസഭാ ചെയർമാൻ വാഗ്ദാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് കുണിയയിൽ കോളേജിന്റെ 5 നില കെട്ടിടത്തിന്റെ മുകളിൽ കയറി വിദ്യാർത്ഥിയുടെ ആത്മഹത്യാശ്രമം. പോലീസ് എത്തി അനുനയിപ്പിച്ചാണ് വിദ്യാർത്ഥിയെ താഴെ ഇറക്കിയത്. സംഭവത്തെ തുടർന്ന് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു. കുണിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ 5 നില കെട്ടിടത്തിന് മുകളിൽ കയറി വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ഭീഷണി. BA അറബിക് 3-ാം വർഷ വിദ്യാർത്ഥി ഷംഷാദാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. കോളേജിൽ നിന്ന് പുറത്താക്കിയതായി അറിയിച്ച വിദ്യാർത്ഥിക്ക് നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെയാണ് ആത്മഹത്യാശ്രമം. ഒടുവിൽ ബേക്കൽ പോലീസ് എത്തി അനുനയിപ്പിച്ച് വിദ്യാർത്ഥിയെ താഴെയിറക്കി. വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു. വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് കോളേജിനെതിരെ സമരം നടത്തുന്നുവെന്നാരോപിച്ചാണ് വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തത്. അതേസമയം താൻ അത്തരത്തിൽ വിദ്യാർത്ഥികളെ കൂട്ടി സമരത്തിന് ഒരുങ്ങിയിട്ടില്ലെന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ആത്മഹത്യക്ക് ശ്രമിച്ച വിദ്യാർത്ഥി പ്രതികരിച്ചു. കോളേജിൽ പെൺകുട്ടികളോട് സംസാരിക്കുന്നതിനും ആർട്സ് ഡേക്കും സ്പോർട്സ് ഡേക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതേ തുടർന്നാണ് ഒരു സംഘം വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയതെന്നും പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സ്ത്രീകൾക്ക് നേരെയുള്ള എല്ലാത്തരം അതിക്രമങ്ങളും രാജ്യത്ത് വർദ്ധിച്ചു വരികയാണെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് PK സൈനബ പറഞ്ഞു. 2 ദിവസങ്ങളിലായി നടക്കുന്ന അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കാവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സ്ത്രീകൾക്ക് നേരെയുള്ള എല്ലാത്തരം അതിക്രമങ്ങളും രാജ്യത്ത് വർദ്ധിച്ചു വരികയാണെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് PK സൈനബ പറഞ്ഞു. 2 ദിവസങ്ങളിലായി നടക്കുന്ന അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കാവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. 5% അതിന്റെ കണക്കെങ്കിൽ ഇപ്പൊ 8%ആയിരുന്നു. 23-ല് 24-ആയപ്പോൾ അത് വീണ്ടും 8.5% വർദ്ധിക്കുകയാണ്. സൈബർ ഇടങ്ങളിലുള്ള ആക്രമണം സ്ത്രീകൾക്കെതിരായി നടക്കുന്നത് 22-ൽ 6.8%ആയിരുന്നുവെങ്കിൽ 23-ആയപ്പോൾ 8.7% ആവുന്നു. ഇപ്പോൾ 24-ആയപ്പോൾ അത് 10.4% വർദ്ധിച്ചിരിക്കുന്നു. അതുപോലെ ഹോണർ കില്ലിങ് നമ്മുടെ രാജ്യത്തിൽ 125-150 കൊല്ലം മുമ്പ് നിരോധിക്കപ്പെട്ടിട്ടുള്ള ദുരഭിമാന കൊല അതിപ്പോഴും രാജ്യത്ത് നടക്കുന്നുണ്ട്. അത് മാത്രമല്ല 22-ൽ 0.04% ഉണ്ടായിരുന്നത് ഇപ്പൊ 23-ആയപ്പോൾ അത് 0.10 ഇപ്പൊ അത് 0.11% എല്ലാം വർദ്ധിക്കുകയാണ്. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന എല്ലാ അതിക്രമങ്ങളും രാജ്യത്ത് വർദ്ധിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് PC സുബൈദ അധ്യക്ഷത വഹിച്ചു. മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി, സംസ്ഥാന ട്രഷറർ E പത്മാവതി, സംഘടനാ സ്ഥാപക നേതാവ് സുശീല ഗോപാലന്റെ മകൾ K ലൈല, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബീന വിജയൻ, ബേബി ബാലകൃഷ്ണൻ, PP ശ്യാമളാദേവി, AP ഉഷ, ജില്ലാ സെക്രട്ടറി M സുമതി, മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം VP ജാനകി, സംഘാടക സമിതി ചെയർമാൻ KV ജനാർദ്ദനൻ, കൺവീനർ PP പ്രസന്നകുമാരി എന്നിവർ സംസാരിച്ചു. വിവിധ ഏരിയകളിൽ നിന്നായി 269 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. രക്തസാക്ഷി പ്രമേയം, അനുശോചന പ്രമേയം എന്നിവ അവതരിപ്പിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് PC സുബൈദ പതാക ഉയർത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ജനസേവന പാതയിൽ ഒരു പടി കൂടി കടന്ന ചെറുവത്തൂർ കൈതക്കാട് വനിതാ ലീഗ് കമ്മിറ്റി. പൊതുജനങ്ങൾക്ക് ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടെ നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ വനിതാ ലീഗ് കമ്മിറ്റി ഓഫീസിൽ ഏർപ്പെടുത്തി. വയോധികരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ഗ്രാമീണർക്ക് ചെറുവത്തൂർ ടൗണിലേക്ക് പോകാതെ കൈതക്കാട് ജംഗ്ഷനിൽ തന്നെ സേവനം ലഭിക്കുന്ന തരത്തിലാണ് പുതുതായി തുറന്ന വനിതാ ലീഗ് ഓഫീസിൽ സംവിധാനങ്ങൾ ഒരുക്കിയത്.
കൈതക്കാട് ശാഖ വനിതാ ലീഗ് ഓഫീസ് ഉദ്ഘാടനവും ജനസേവാ കേന്ദ്രത്തിന്റെ സമർപ്പണവും വനിതാ ലീഗ് തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഷംസീറ മുഹമ്മദ് അലി നിർവഹിച്ചു. കുറേ മാസങ്ങളോളായി നമ്മൾ ആഗ്രഹിക്കുന്നു വനിതാ ലീഗിൻ്റെ ഒരു ഓഫീസ് നമുക്ക് വേണമെന്നുള്ളത്. അതിന് മാഷാഅല്ലാഹ് നമ്മുടെ മുസ്ലിം ലീഗ് കമ്മിറ്റിയും KNCC കമ്മിറ്റിയുടെയും സഹകരണത്തോടു കൂടി വളരെ ഉത്സാഹത്തോടു കൂടിയും അവർ നല്ല എനർജറ്റിക് ആയിട്ടായിരുന്നു നമ്മുടെ പിറകിൽ അവരുണ്ടായത്. അൽഹംദുലില്ലാ അതിൽ പ്രയത്നിച്ച വനിതാ ലീഗിൻ്റെ പ്രവർത്തകരെല്ലാവർക്കും അല്ലാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അല്ലാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കൈതക്കാട് ശാഖ വനിതാ ലീഗ് പ്രസിഡന്റ് VK താഹിറ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി P ആമിന, വനിതാ ലീഗ് ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CK സുലൈഖ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TK ഫൈസൽ, CK ഷബീറ, CK മുംതാസ്, മുൻ അംഗം MTP ബുഷ്ര, മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം ട്രഷറർ ലത്തീഫ് നീലഗിരി, പഞ്ചായത്ത് സെക്രട്ടറി SA ഷിഹാബ്, കൈതക്കാട് ശാഖ പ്രസിഡന്റ് VK ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. തേജസ്വിനി സഹോദയ സ്കൂൾ കോംപ്ലക്സ് കിൻഡർ ഗാർഡൻ ഫെസ്റ്റ 2026 അതിയാമ്പൂർ ചിന്മയ സ്കൂളിൽ നടന്നു. ഗസൽ ഗായകൻ അലോഷി ഉദ്ഘാടനം ചെയ്തു. കുരുന്നുകളുടെ കലാപ്രകടനങ്ങൾ കണ്ടെത്തുന്നതിനും അവ തുടക്കത്തിലെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ CBSE സ്കൂളുകളിൽ നിന്നും സഹോദയ കോംപ്ലക്സിൽ അംഗങ്ങളായ വിദ്യാലയങ്ങളിലെ KG കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കണ്ണൂർ, കാസർഗോഡ് ജില്ലാ തേജസ്വിനി സഹോദയ സ്കൂൾ കോംപ്ലക്സ് കിൻഡർ ഗാർഡൻ ഫെസ്റ്റ 2026 അതിയാമ്പൂർ ചിന്മയ വിദ്യാലയത്തിൽ നടന്നു. 3 വേദികളിലായി 19 ഇനങ്ങളിലായി വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും 185 കുരുന്നുകൾ വിവിധ മത്സര ഇനങ്ങളിൽ പങ്കെടുത്തു. ഗസൽ ഗായകൻ അലോഷി ഉദ്ഘാടനം ചെയ്തു. ഞാൻ അടുത്തിടെ കുറച്ച് ദിവസം മുമ്പ് ബാക്കിലൊരു കൺസൾട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറേ ആളുകളുടെ സദസ്സിൽ കുറച്ച് മലയാളം ഒരിക്കലും മറന്നുകൂടാൻ സാധ്യതയില്ലാത്ത മലയാളം പാട്ടുകൾ ഈ നാടിൻ്റെ മുന്നിലേക്ക് പങ്കുവെക്കാൻ സാധിച്ചു എന്നുള്ളത് അത് നിങ്ങളുടെ കയ്യോടുകൂടിയായിട്ട് എന്നെ കാഞ്ഞങ്ങാടുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ആൾക്കാരെ സ്വീകരിച്ചത് എല്ലാവരുടെയും സ്നേഹം അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം. സഹോദരിയുടെ ഈ നല്ലൊരു ജീവിതത്തിലെ എല്ലാ ആശംസകളും എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. കുട്ടികൾ നേരത്തെ പറഞ്ഞു കേട്ടു 100ഓളം കുട്ടികൾ ഈ വേദിയിൽ പെർഫോം ചെയ്യാനിരിക്കുന്നു. ഞാനൊരു ജീവിതത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെ സ്റ്റേജിൽ കയറി പോകാത്ത ഒരാളായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കുട്ടികൾക്ക് നമുക്ക് പ്രയാസമില്ല. അവരെ ചെറുപ്പത്തിൽ ഇതൊക്കെ ഒരുപാട് കാണുന്നുണ്ട് ഈ കാഴ്ചകളൊക്കെ. മത്സര വിജയത്തിനപ്പുറത്ത് മത്സരിക്കുമ്പോൾ ലഭിക്കുന്ന കയ്യടികളാണ് ഏറ്റവും മഹത്തായത് എന്നും അതിനാൽ കലയിലേക്ക് ചുവടുവെക്കുന്ന കുട്ടികൾക്ക് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണമെന്നും ഗസൽ ഗായകൻ പറഞ്ഞു. സ്കൂൾ സെക്രട്ടറി ബാബു രാജേന്ദ്ര ഷേനായി അധ്യക്ഷത വഹിച്ചു. ബ്രിഗേഡിയർ TK പ്രഭാകരൻ നായർ, വൈസ് പ്രിൻസിപ്പൽ PK മിനി എന്നിവർ സംസാരിച്ചു. സഹോദയ പ്രസിഡന്റും സ്കൂൾ പ്രിൻസിപ്പലുമായ C ചന്ദ്രൻ സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ ഗീതാ രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. വിജയികൾക്കും മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും നൽകി. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് വിഷൻ ടവർ ജനുവരി 11 വൈകിട്ട് 4 മണിക്ക് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നാടിന് സമർപ്പിക്കും. ജില്ലയുടെ 227 കേബിൾ ഓപ്പറേറ്റർമാർ പടുത്തുയർത്തിയ ഈ സ്ഥാപനത്തിന് കാസർഗോഡ് ജനത നൽകിയ സ്വീകാര്യതയ്ക്കാണ് കെട്ടിടത്തിന് കാസർഗോഡ് വിഷൻ ടവർ എന്ന് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. കാഞ്ഞങ്ങാട് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തു. റിട്ടേണിംഗ് ഓഫീസർ PP സുരേന്ദ്രനാണ് അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തത്. കാസർഗോഡ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചീത്ത വിളിച്ചുവെന്നാരോപിച്ച് യുവാവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ബേക്കൽ ഹദാദ് നഗറിലെ അസീസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബേക്കൽ ഹദാദ് നഗറിലെ മുഹമ്മദ് ഷാനിദ് അബ്ദുൾ റഹ്മാനാണ് കുത്തേറ്റത്. പെൻഷൻ വാലിഡേഷൻ ആക്ട് പിൻവലിക്കണമെന്ന ആവശ്യം. ഫോറം ഓഫ് സിവിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ കൂട്ടധർണ കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ചു. നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസന ക്ഷേമ പഠന പരിപാടിയിൽ സന്നദ്ധ പ്രവർത്തകരുടെ ഗൃഹസന്ദർശനം ഊർജിതമാക്കാൻ കാസർഗോഡ് ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ ചേർന്ന ജില്ലാതല അവലോകന യോഗം തീരുമാനിച്ചു. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ, പരിപാടിയുടെ സംസ്ഥാനതല ഉപദേശക സമിതി അംഗം കില മുൻ ഡയറക്ടർ ഡോക്ടർ ജോയ് ഇലമൺ എന്നിവർ അവലോകനം നടത്തി.
KSRTC ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ടൂറിസം ആവശ്യത്തിന് മാത്രമായി കാഞ്ഞങ്ങാട് ഡിപ്പോയ്ക്ക് അനുവദിച്ച ആദ്യ ബസിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. കാസർഗോഡ് കുണിയയിൽ കോളേജിന്റെ 5 നില കെട്ടിടത്തിന്റെ മുകളിൽ കയറി വിദ്യാർത്ഥിയുടെ ആത്മഹത്യാശ്രമം. പോലീസ് എത്തി അനുനയിപ്പിച്ചാണ് വിദ്യാർത്ഥിയെ താഴെ ഇറക്കിയത്. സംഭവത്തെ തുടർന്ന് കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.